തത്വങ്ങൾ ഒന്ന് അതിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് നോക്കിയാൽ ഒന്ന് തത്വ രൂപം എഴുതിക്കുള്ളൂ. ഒന്ന് തത്വ രൂപം. അടുത്ത രണ്ട് ഒന്ന് തത്വ ദർശനം. 3 തത്വശുദ്ധി. ഇവിടെ തത്വശുദ്ധി എന്ന് വെച്ചാൽ ടു ട്രാൻസെൻഡ് ദി തത്വാസ്. ശുദ്ധം ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ വെള്ളം വെച്ച് അത് സോപ്പിട്ട് ക്ലീൻ ചെയ്യുന്നതല്ല. എന്തോന്ന് ടു ട്രാൻസെൻഡ് ദി തത്വാസ്. അപ്പോൾ അടുത്ത് വന്ന് അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആത്മാന്ന് ഉണർന്നിട്ട് അത് പതുക്കെ അടുത്ത സ്റ്റേജിൽ പോകാൻ പോകുന്നു. അടുത്ത സ്റ്റേജിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അത് വരുമ്പോൾ പുരുഷൻ എന്നൊരു സ്റ്റേജിൽ വരും. പുരുഷൻ എന്നൊരു സ്റ്റേജിൽ വരുമ്പോൾ എന്താ വിദ്യാതത്വം, ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് അങ്ങനെ അടുത്ത് മഹാപുരുഷൻ സിദ്ധമാകുന്നു. അപ്പോൾ ഈ തത്വങ്ങളെ കഴിഞ്ഞിട്ട് അങ്ങേർക്ക് പോകുന്ന ആത്മരൂപം കാണുന്നുണ്ട്. എന്തോന്ന് ആത്മരൂപം കാണുന്നു. ആത്മരൂപം എന്ന് പറഞ്ഞാൽ ഒരു റഫ് ഐഡിയ. ഒരു ഡിസ്റ്റൻറ്റിൽ നിന്ന് ഒരു ലൈറ്റ് കാണുന്നു. അതേമാതിരി ഒരു ഡിസ്റ്റൻറ്റ് വിഷൻ കിട്ടുന്നുണ്ട്. ആർക്ക് ഈ ജീവനായിട്ടിരുന്ന ഒരു ആത്മാന്നുള്ള സ്റ്റേറ്റ് ബോധം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പോൾ ഓക്കെ റൈറ്റ് നമ്മൾ വന്ന് വി ആർ ഡിഫറെൻറ്റ് ഫ്രം ദി 36 തത്വാസ് എന്നുള്ള ഒരു ഫീലിംഗ് വരും. ജസ്റ്റ് ഫീലിങ്ങേ ഉള്ളൂ. പിന്നെയാണ് ഇപ്പോൾ ക്ലിയർ കട്ട് ഓക്കെ നമ്മൾ ഡിഫറെൻറ്റ് തന്നെ, അതിൽ ഏതൊരു മാറ്റവുമില്ല. തത്വങ്ങൾ 36 തത്വങ്ങളെ നിങ്ങൾ ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് തത്വ ദർശനം. എന്തോന്ന് അപ്പോൾ ഇപ്പോൾ വെരി ക്ലിയർ 36 തത്വാസ് വേറെ ആത്മതത്വം വിച്ച് ഈസ് ഡെഫിനിറ്റ്. ഇതിലിനി സംശയമേ ഇല്ല. നേരത്തെ കുറച്ച് സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി 100% നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ യു ആർ ഗോയിങ് ടു ട്രാൻസെൻഡ് ദി ആത്മതത്വാസ്. അപ്പോൾ ഒന്ന് ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ ആത്മശുദ്ധി. എന്തോന്ന് ഇനി അപ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം മറ്റേ ഓറിൽ നിന്ന് പിരിച്ച് തങ്കത്തെ ആക്കിയത് മാതിരി. എന്തോന്ന് ആത്മശുദ്ധി. അപ്പോൾ ഈ ലെവലിൽ ഇവർക്ക് ആണവം കർമ്മം മായ മാറും. എന്തോന്ന് ഈ സ്റ്റേജിൽ മാറും. രണ്ടാമത് ഇവർ ഇപ്പോൾ വന്ന് പുരുഷൻ എന്നുള്ള സ്റ്റേജിൽ എത്തി. എന്തോന്ന് സ്റ്റേജിൽ എത്തി. ഇപ്പോൾ ഇവർക്ക് പഠിക്കാതെ തന്നെ അറിവ് വരും. എന്തോന്ന് പഠിക്കാതെ അറിവ് വരും വെച്ചാൽ ദേ വിൽ ബി കണക്റ്റഡ് വിത്ത് യൂണിവേഴ്സ്. എന്തോന്ന് ദേ വിൽ ബി കണക്റ്റഡ് വിത്ത് യൂണിവേഴ്സ്. എല്ലാം നിങ്ങളുടെ സൂര്യൻ ചന്ദ്രൻ എല്ലാം കണ്ണിലിരിക്കുകയാണ്. ഇടകണ്ണ് ചന്ദ്രൻ, വലത് കണ്ണ് സൂര്യ. സോ യു ആർ കണക്റ്റഡ് വിത്ത് 96 തത്വാസ് ആൻഡ് യു ആർ കണക്റ്റഡ് വിത്ത് യൂണിവേഴ്സ്. അപ്പോൾ അതല്ലേ അറിവെന്ന് പറഞ്ഞത് കണക്റ്റഡ് വിത്ത് ദാറ്റ്. എക്കണോമിക് പ്രൊഫസർ ഒന്ന് പറയുന്ന മുമ്പ് അറിഞ്ഞൂടാ. ബുക്ക് വാങ്ങിച്ച് അടുത്ത ക്ലാസ്സിൽ വെച്ച് എക്കണോമിക് പ്രൊഫസർ എല്ലാം പഠിച്ച് ഇങ്ങനെ അപ്പോൾ ഓക്കെ ഇതാണ് എക്കണോമിക്സ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് തീസിസ് സബ്മിറ്റ് ചെയ്ത് ഒരു നോബൽ പ്രൈസും വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. പക്ഷേ എക്കണോമിക്സ് പഠിച്ച ഫൈനാൻസ് മിനിസ്റ്റർക്ക് എക്കണോമിക്സ് പഠിച്ച് അവൻ നാട്ടിന് നല്ല ബഡ്ജറ്റ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ള ഡിസൈൻ ചെയ്യും. അതേ എക്കണോമിക്സ് കള്ളന്മാരും പാർലമെൻറ്റിൽ ഇരിക്കുന്നതിലും 90% കള്ളന്മാരാണ് ഇരിക്കുന്നത്. ആ കള്ളന്മാർക്ക് എക്കണോമിക്സ് അറിഞ്ഞാൽ എങ്ങനെ മോഷണം ചെയ്ത് ഏത് കൺട്രിയിൽ എങ്ങനെ പതുക്കി വയ്ക്കാം, ഗവൺമെൻറ് പിടിക്കാൻ പാടില്ല, സ്വിറ്റ്സർലാൻഡ് ബാങ്കിൽ കൊണ്ടുവയ്ക്കുന്നത് എങ്ങനെ, അതിന് എക്കണോമിക്സ് അറിയണമല്ലോ. അത് എങ്ങനെ, അതിൻ്റെ പേര് മണി പാർക്കിംഗ്. ഇന്ത്യ മോഷണം ചെയ്താൽ പോരാ, ഗോൾഡ് മോഷണമൊക്കെ ചെയ്ത് 20,000 കോടി മോഷണം ചെയ്താൽ പോരാ, അത് യൂറോപ്യൻ കൺട്രിയിൽ കൊണ്ട് പാർക്കിംഗ് ചെയ്യുന്നത് എങ്ങനെ. അപ്പോൾ പാർക്കിംഗ് ചെയ്യുമ്പോൾ അത് അഫീഷ്യൽ വിസിറ്റ് അല്ല, ഞാൻ ഇൻഡിവിജ്വലായിട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞ് വേസ്റ്റിയൊക്കെ കളത്തി ഇവിടെ വെച്ചിട്ട് പാൻറ്റും ഇട്ടുകൊണ്ട് അവിടെ പോയി നിന്നിട്ട് ഇതിലിട്ടാൽ നല്ല പ്രോഫിറ്റ് കിട്ടും, അത് പുറത്ത് അറിയാൻ പാടില്ല, കേരളത്തിലുള്ള അറിയാതെ സീക്രട്ടായിരിക്കണം. ഈ സീക്രട്ടൊക്കെ ഇപ്പോൾ ഇവർ പറഞ്ഞു കൊടുക്കും. DMKയുടെ അലയൻസ് ഉണ്ട്, അവർ ഇതിലൊക്കെ എക്സ്പെർട്ടാണ്. അവർ പറഞ്ഞു കൊടുത്ത് അങ്ങ് പതുക്കി വെച്ചിട്ട് ഇവിടെ വരും. എന്നിട്ട് ഗവൺമെൻറ് മാറിയ ശേഷം അതൊക്കെ വരും. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ എക്കണോമിക്സ് നിങ്ങൾ വന്ന് ഉണർത്തലിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലേ സാധാരണ മനുഷ്യൻ്റെ പേരെന്തോന്ന് ഉണർത്തലിൻ അങ്ങനെയെന്ന് പറയുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ യു ഷുഡ് ബി എക്സ്പോസ് ടു ദാറ്റ്. കൊണ്ട് കാണിക്കണം. നിങ്ങളുടെ അമ്മ വന്ന് ആദ്യം നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയി ആദ്യമായിട്ട് ഏത് ക്ഷേത്രത്തിലാണ് വിളിച്ചിട്ട് പോയത്? ആദ്യമായി നിങ്ങളെ ഏത് ക്ഷേത്രത്തിൽ വിളിച്ചുകൊണ്ട് പോയത്? അമ്മയോ അച്ഛനോ? അപ്പോഴാണ് കാണുന്നത് ക്ഷേത്രം. ഓഹോ ഇതാണ് ക്ഷേത്രം. അങ്ങനെയെന്ന് വെച്ചാൽ ഒരു പയ്യൻ ക്രിസ്ത്യൻ ഫാമിലിയെ വിളിച്ചുകൊണ്ട് ഇതാണ് മലയാറ്റൂർ പള്ളി എന്ന് നോക്കും, ഇതാണ് മറ്റേ ഭീമാപ്പള്ളി. അപ്പോൾ ഫസ്റ്റ് എക്സ്പോഷർ അതിന് മുമ്പ് അവൻ ശുദ്ധമായിരുന്നു, അവൻ പരിശുദ്ധമായിരുന്നു.
ഇപ്പോൾ റിലീജിയൻ എന്നുള്ള വിഷത്തെ കൊണ്ട് കയറ്റി. എന്തോന്ന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഷത്തെ കൊണ്ട് ആ പയ്യൻ പാവം 3 വയസ്സ് പയ്യൻ്റെ ഇത് ദേഹത്തിൽ വിഷത്തെ കൊണ്ട് വിട്ടു. അതിന് പിന്നെ അവൻ മാറി 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 വെട്ടാനും കുത്താനും ഉള്ള ഇതിനകത്ത് റിലീജിയൻസ് ആർ ആക്ച്വലി ബർഡൻസ്. അതൊന്ന് അതിൽ നിന്ന് ക്രോസ് ചെയ്ത് വന്ന് ഒരു സ്പിരിച്വലിൽ വരുന്നതാണ് യോഗ. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഒന്ന് ഉണർത്തലിൽ നിന്നുള്ള സ്റ്റേജ് എത്തി കഴിഞ്ഞു. ഇവർക്ക് ഓട്ടോമാറ്റിക്കാണ് ഉണരും. എന്തോന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട, പറഞ്ഞു കൊടുക്കാതെ അവർക്ക് എല്ലാം മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമാണ് ശിവരൂപം കാണുന്നത്. എന്ന് വെച്ചാൽ ആത്മാവെന്ന് ശിവനോട് ഐക്യം ആകണം. ഇപ്പം നിങ്ങൾ ആത്മാവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കേരളത്തിലുള്ള ശിവാനന്ദ ആത്മനമസ്കാരം എന്തെന്നാൽ ഇതുവരെ വെറും നമസ്കാരം, ഇത് വന്ന് ആത്മനമസ്കാരം എന്ന് പറയും. ആത്മനമസ്കാരം പോരാ, അതിൽ നിന്ന് ശിവനമസ്കാരത്തിന് ട്രാൻസ്ഫർ ആവണം, അത് പ്രൊമോട്ടാകണം. കേരളത്തിലെ വാശിയിലെ കുഴപ്പം ഇതാണ്. ആത്മനമസ്കാരത്തിൽ നിന്നെയാണ് നിങ്ങൾ ആത്മാന്ന് ഉണർന്നിട്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ട്രെയിനെ പിടിച്ച് പോയാലേ നിങ്ങൾക്ക് ഇവിടെ കണ്ണൂർ പോകണമെങ്കിൽ കണ്ണൂർ പോകാൻ നോക്കും. പക്ഷേ നിങ്ങൾ കണ്ണൂരൊക്കെ പോകുന്ന വിട്ടിട്ട് നമ്മളെല്ലാം ഉണർന്നല്ലോ, അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ. ടിക്കറ്റ് എടുത്ത സ്റ്റേജാണ് ആത്മദർശനം. പക്ഷേ അങ്ങനെ ഇരുന്നാൽ ട്രെയിന് പോകും, നിങ്ങളെ വിട്ടുകൊണ്ട് പോകും. മനസ്സിലായോ? അപ്പോൾ ശിവരൂപം അറിഞ്ഞോണ. ഓ ശിവരൂപം, ഓ അന്ന് അമ്മ വിളിച്ചുകൊണ്ട് പോയ മറ്റേ ഇതൊന്ന് ഇവിടെ ഈസ്റ്റ് ഫോർട്ടിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ വിളിച്ചുകൊണ്ട് പോകും. അടുത്തത് മറ്റേ MG റോഡിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. എല്ലാം വലിയ ക്ഷേത്രമാണ്. അവിടെ ശിവക്ഷേത്രത്തിലൊക്കെ വിളിച്ചുകൊണ്ട് പോകും. ഓഹോ, ആ ശിവലിംഗം, ഓഹോ അതാണ് ലെവൽ 1 ശരിയ. ഓക്കെ, ശരിയ ലെവലാണ് നമ്മൾ അത് വിളിച്ചുകൊണ്ട് പോയത്. അമ്മ വിളിച്ചുകൊണ്ട് പോയി ശരിയ പോകുമ്പോൾ കുറച്ച് എണ്ണയും പത്തിയും തിരിയും തേങ്ങയും വാങ്ങിച്ചുകൊണ്ട് പോയി ശരിയ ലെവൽ 1. ഇപ്പോഴാണ് ഓ ഇതാണ് ശിവം, ഓക്കെ ഇത് ശിവം. ഇങ്ങനെ ഉണർന്ന് നിങ്ങളുടെ ദേഹത്ത് നെഞ്ചിൽ ഒരു ശിവലിംഗം ഫാമാവും. തെളിന്താർക്ക് ജീവൻ ശിവലിംഗം. ഓഹോ, നമ്മുടെ ലൈഫ് ഗോൾസാണ് ശിവമാര്. ഇതാണ് നമ്മൾ ശ്രീകണ്ഠേശ്വരത്തിൽ പോയി തേടിയത്. എന്തോ 3 വയസ്സായിരിക്കുമ്പോൾ 5 വയസ്സ് ശ്രീകണ്ഠേശ്വരത്തിൽ തേടിയത്. പെണ്ണ് പാക്കറ്റ് വെച്ചുകൊണ്ട് അവിടെ പോയി തേടി. പിന്നെയാണ് പെണ്ണ് പാക്കറ്റിലിരിക്കുന്നത് മനസ്സിലായി. ഓക്കെ, റൈറ്റ്. അടുത്തത് അങ്ങനെ വിടരുത്, നമ്മൾ ഇന്നും പഠിക്കണം. അപ്പോഴാണ് ശിവയോഗം പഠിക്കാൻ തുടങ്ങുന്നത്. എന്തോന്ന് ശിവയോഗം നിങ്ങൾ ഈ വയസ്സിൽ പഠിക്കുന്നത്, നിങ്ങളുടെ അമ്മയും പഠിക്കാൻ പറയണം. ആ വയസ്സിൽ പഠിക്കണമല്ലോ, പ്രാക്ടിക്കലല്ലേ. ഏണി വെച്ച് ഏറിയല്ലേ ഏറാൻ നോക്കും. അല്ലെങ്കിൽ താഴെ നിന്നിട്ട് എൻ്റെ ഭഗവാനെ ഞങ്ങൾ മുകളിലോട്ട് കയറണമേ, കയറ്റി വിടണമേ എന്ന് പറഞ്ഞാൽ അത് ഏണിയിലേക്ക് കയറി പോകണം. അപ്പോൾ ശിവയോഗം തുടങ്ങി. ശിവയോഗം തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രൂപം കഴിഞ്ഞു. അടുത്തത് ശിവദർശനം എന്നുള്ളതാണ്. നിങ്ങളുടെ നെഞ്ചിൽ തന്നെ തെളിന്താർക്ക് ജീവൻ ശിവലിംഗം എന്നൊരു സ്റ്റേജ് എത്തും. ആ സ്റ്റേജിൽ നിങ്ങൾക്ക് ശിവനെ ഇത് കാണാൻ പറ്റും. അടുത്തത് വന്നതെന്ന് വെച്ചാൽ കണ്ടു എന്നായിട്ട് നിങ്ങൾ വേറെ ശിവൻ വേറെ. അപ്പോൾ ഇനി ഒന്ന് ചേരണം. ഒന്ന് ചെയ്യുന്ന യോജിപ്പിക്കുന്ന ടെക്നിക്ക് എന്താ? അതാണ് ശിവയോഗം. യോജിപ്പിക്കുന്ന ടെക്നിക്കാണ് ശിവയോഗം. നിങ്ങൾ ബുക്ക് കൊണ്ട് പഠിച്ച് പാരായണം ചെയ്യുന്നത് ലെവൽ 1. ഞാൻ വീട്ടിലും പാരായണം ചെയ്ത് വിളക്ക് വെച്ച് പൂജ ചെയ്യും ലെവൽ 2. ഒന്ന് ചെയ്യുന്ന ശിവയോഗം പഠിക്കുന്നത് ലെവൽ 3. ശിവയോഗം പഠിച്ച ഇപ്പോഴാണ് മനസ്സിലായി. ഓഹോ, ശിവനെ കണ്ട് അങ്ങനെ ക്ലിയറായി. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചെയ്യണം. ശിവയോഗം പഠിച്ച് ശിവയോഗയിൽ 100 മാർക്ക് വാങ്ങിയപ്പോഴാണ് ഒന്ന് ചേരുന്നത്. എന്തോന്ന് അപ്പോൾ ഒന്ന് സച്ചിദാനന്ദം, ഇങ്ങനെ എപ്പോഴും സദാ ആനന്ദം, സകണ്ഠ പരിപൂർണ സച്ചിദാനന്ദ ഇങ്ങനെ ഇരിക്കും. എന്തോന്ന് അതിരിക്കും. വേലയെല്ലാം ചെയ്യും, ജോബൊക്കെ ചെയ്ത് പൈസ കൊണ്ട് കല്യാണമൊക്കെ ചെയ്യാം. പക്ഷേ ഇരിക്കുന്നത് ഇങ്ങനെ മുഖത്തെ വെച്ചാൽ സന്തോഷമായിട്ട് ഇരുന്ന മാതിരി. ഇപ്പോൾ യൂനുസ് എങ്ങനെ മുഖം ഇപ്പോൾ ഇങ്ങനെയാണ് ചിരിച്ച മുഖം. ബംഗ്ലാദേശ് പറ്റിയിരിക്കുകയാണ്. പക്ഷേ അവൻ അവിടെ ഇരുന്ന അവൻ സേഫാ തന്നെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? സോ ഇതാണ് ഒന്ന് അതിൻ്റെ ശിവാനുഭവം. എന്തോന്ന് ശിവാനുഭവം ശിവമായിട്ട് ലയിക്കുന്നു.